കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് ബസ് വെള്ളത്തിൽ കുടുങ്ങി. ചന്ദനക്കാംപാറയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന നിർമ്മല ബസ്സാണ് വെള്ളത്തിൽ കുടുങ്ങിയത്. 3 മണിക്കൂറിന് ശേഷം നാട്ടുകാർ വടം കെട്ടി വലിച്ച് ബസ് പുറത്തെത്തിച്ചു. യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. അർജുൻ കല്യാട്, എങ്ങനെയാണ് ബസ് ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്നത്? ഇത് ദീർഘദൂര ബസ്സാണ്, സ്ഥിരമായിട്ട് ഓടുന്ന ബസ്സാണോ, അതോ ഇത് അവിടെ വെള്ളം കടന്നു പോകാമെന്ന് കരുതി ഡ്രൈവർ എടുക്കുകയായിരുന്നു, അതിനിടയിൽ വണ്ടി നിലച്ചു പോവുകയായിരുന്നു? അർജുൻ കല്യാൺ, ശ്രീകണ്ഠപുരം തുമ്പേനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ തുമ്പേനി എന്ന് പറയുന്ന പ്രദേശം താഴ്ന്ന ഒരു പ്രദേശമാണ്, പുഴയോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ നിന്നും വെള്ളം ഈ റോഡിലേക്ക് എത്തിയിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ അതിന്റെ ഈ വെള്ളം കയറി തുടങ്ങുന്ന സമയത്ത് വാഹനങ്ങൾക്കൊക്കെ ഒരുപക്ഷെ കടന്നു പോകാൻ കഴിയാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രൈവർ ഈ പറയുന്ന വെള്ളക്കെട്ട് കടന്ന് വേഗത്തിനപ്പുറത്തെത്താം എന്ന് കരുതിയാണ് ഈ ബസ് മുന്നോട്ടെടുത്തത്. പക്ഷേ ആ വെള്ളക്കെട്ടിൽ വെച്ച് ഈ വാഹനം ഓഫായി പോവുകയായിരുന്നു. അങ്ങനെയാണ് ഈ ബസ് അവിടെ കുടുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായത്. ചന്ദനക്കാംപാറയിൽ നിന്നും കോട്ടയത്തേക്ക് നിത്യേന സർവീസ് നടത്തുന്ന ബസ് തന്നെയാണ് ഈ നിർമ്മല ബസ്. അതിൽ യാത്രക്കാരുണ്ടായിരുന്നു. ദീർഘദൂര ബസ്സാണ്, ഈ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ബസ്സാണ്. എന്തായാലും ഈ പ്രദേശത്താകെ, ഈ ശ്രീകണ്ഠാപുരം, തുമ്പേനി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാകെ തന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വലിയ രീതിയിൽ ക്രമാതീതമായി തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള പൊടിക്കളം, അതുപോലെ തന്നെ ചെങ്ങളായി, പെരിങ്കോന്ന്, മുങ്ങം തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഈ പറയുന്ന ഇരിട്ടിയിൽ നിന്നും തളിപ്പറമ്പിലേക്ക് പോകുന്ന ദേശീയപാതയാണ് ഈ പറയുന്ന തുമ്പേരി തുടങ്ങിയിട്ടുള്ള പ്രദേശമെല്ലാം. അവിടെയാണ് ഈ പറയുന്ന ജലനിരപ്പ് ഉയരുകയും ബസ് ഇങ്ങനെ ഒരു കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായത്. 3 മണിക്കൂർ സമയമെടുത്താണ് നാട്ടുകാർ വടം കെട്ടി ഈ ബസ് പുറത്തെത്തിച്ചത്. യാത്രക്കാരെല്ലാം സുരക്ഷിതമാണ് എന്നത് ഏറെ ആശ്വാസകരമായ കാര്യം കൂടിയാണ്. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്.